أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما جاوزا قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا. قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره واتخذ سبيله في البحر عجبا. قال ذلك ما كنا نبغ فارتد على آثارهما قصصا فوجدا عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 949 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ 62 മുതൽ 65 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ ജാവസ ഖാല ലിഫതാഹു ആതിനാ ഗദാഅനാ ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസബാ. ഖാല അറഅയ്ത ഇദാ അവൈനാ ഇലാ الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره واتخذ سبيله في البحر عجبا. قال ذلك ما كنا نبغي فارتد على آثارهما قصصا فوجدا عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. സൂറത്തുൽ കഹ്ഫിലെ 62 മുതൽ 65 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ കഹ്ഫിൽ പ്രതിപാദിക്കുന്ന രണ്ടാമത്തെ സുപ്രധാനമായ അനെക്ഡോട്ടിലേക്കാണ് നമ്മൾ ഇന്നലെ പ്രവേശിക്കുകയുണ്ടായത്. രണ്ടായത്തുകൾ ഇന്നലെ ഈ കഥയുടെ തുടക്കത്തിലുള്ള രണ്ടായത്തുകളെ നമ്മൾ ഇന്നലെ പഠന വിധേയമാക്കുകയുണ്ടായി. അതിനെ തുടർന്നുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് വായിക്കുകയുണ്ടായത്. മൂസ അലൈഹിസ്സലാം തന്റെ ഭൃത്യനുമായി ഒരു യാത്ര പുറപ്പെട്ട സന്ദർഭമാണ് വിവരിക്കപ്പെടുന്നത്. മൂസ അലൈഹിസ്സലാം ഭൃത്യനോട്, തന്റെ ചെറുപ്പക്കാരനോട്, തന്റെ കൂടെയുള്ള ബാല്യക്കാരനോട് പറഞ്ഞത്, സമുദ്രങ്ങളുടെ സംഗമസ്ഥാനത്ത് എത്തുന്നത് വരെ ഞാൻ ഈ യാത്ര തുടരും. അതല്ലെങ്കിൽ ഒരുപാട് നീണ്ടുപോകുന്ന ഒരു യാത്രയായിരിക്കും ഇത് എന്നാണ്. സമുദ്രങ്ങളുടെ സംഗമസ്ഥാനത്ത് അവര് ആ യാത്ര പുരോഗമിച്ച് എത്തിയപ്പോ അവരിരുവരും അവരുടെ പക്കലുണ്ടായിരുന്ന ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള മത്സ്യം കയ്യിലുണ്ടായിരുന്ന കാര്യം തന്നെ മറന്നുപോയി. മത്സ്യം ഏതോ വിധത്തിൽ അത്ഭുതകരമായ വിധത്തില് അവരുടെ പക്കൽ നിന്ന് ഊരിച്ചാടി
അത് കടലിലേക്കുള്ള ഒരു വഴിയിലൂടെ അങ്ങ് പോയിക്കളഞ്ഞു. ഇതാണ് ഇന്നലെ വായിച്ച ഭാഗത്ത് അടങ്ങിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. അതിനെ തുടർന്ന് ഇന്ന് വായിച്ച ഭാഗത്തുള്ള ആയത്തുകളുടെ ആശയം നമുക്ക് മനസ്സിലാക്കാം. ഫലമ്മ ജാബസ ഖാല ലിഫത്താഹു, അവരിരുവരും കുറെ മുന്നോട്ട് കടന്നു പോയി കഴിഞ്ഞപ്പോ മൂസ അലൈഹിസ്സലാം തന്റെ ബാല്യക്കാരനോട്, തന്റെ ഭൃത്യനോട് ഇങ്ങനെ പറഞ്ഞു, ആത്തിന ഗദാഅന, നമുക്ക് കഴിക്കാനുള്ള പ്രാതല് എടുത്തു വെക്കൂ, അല്ലെങ്കിൽ പ്രാതല് കൊണ്ടുവരൂ. ലഖദ് ലഖീന മിൻ സഫരിന ഹാദ നസബ, ഈ യാത്രയില് നമ്മൾ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. ഈ യാത്രയിൽ ക്ഷീണിപ്പിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇത് വല്ലാതെ നീണ്ടുപോയി. നമ്മുടെ യാത്ര വിചാരിച്ചതിലേറെ നീണ്ടുപോയി. നമ്മൾ വല്ലാതെ ക്ഷീണിച്ച അവസ്ഥയായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് വല്ലതും കഴിക്കാം, ഭക്ഷണം എടുത്തു വെക്കൂ എന്നാണ് ഭൃത്യനോട് മൂസ അലൈഹി സ്വലാം പറയുന്നത്. ഫലമ്മ ജാവസ, ജാവസ എന്ന് പറഞ്ഞാല് ഒരു ഭൂപ്രദേശം മുറിച്ച് കടന്നങ്ങ് മുന്നോട്ട് പോവുക, അതിനാണ്. ഇതിന്നാണ് ജവാസാത്ത് ഒക്കെ വരുന്നത്. ജവാസാത്ത് സഫർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ജവാസാത്ത് എന്ന് പറയുന്ന പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓഫീസുകൾക്കൊക്കെയാണ് അത് മക്തബ് ജവാസാത്ത് എന്നൊക്കെ പറയാറുള്ളത്. അപ്പോ പോർട്ട് എന്നാണ് അതിന്റെ ലിറ്ററൽ മീനിങ്, മുറിച്ചു കടക്കുക എന്നൊക്കെയാണ് അതിന്റെ സൂചന. അപ്പോ വലിയൊരു പ്രദേശം നമ്മൾ ഇതിനകം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഫലമ്മ ജാവസ, അവരിരുവരുമായി കുറച്ച് അധികം ദൈർഘ്യമുള്ള ഒരു പ്രദേശം അവര് പിന്നിട്ട് കഴിഞ്ഞതിന് ശേഷം, മുറിച്ചു കടന്ന് കുറെ മുന്നോട്ട് പോയതിന് ശേഷം, ഖാല ലിഫത്താഹു, ഭൃത്യനോട് മൂസ അലൈഹിസ്സലാം പറയുന്നു, ഇങ്ങനെയാണ് പറയുന്നത്, ആത്തിന ഗദാഅന. ഗദാ എന്ന് പറഞ്ഞാല് ബ്രേക്ക്ഫാസ്റ്റ് ആണ്, പ്രാതൽ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ യാത്ര രാത്രിയായിരുന്നോ എന്നുള്ള ഒരാലോചന ഉണ്ടാകാം. പക്ഷെ അറബി ഭാഷയിൽ ഗദാ ഒരു ദീർഘനേരം ഭക്ഷണമൊന്നും ഇല്ലാതെ നിന്നതിന് ശേഷമുള്ള ഒരു ഭക്ഷണത്തിനും പൊതുവായിട്ട് ഉപയോഗിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോ ഏതായാലും ഭക്ഷണം കൊണ്ടുവരിക, പ്രാതൽ കഴിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ദീർഘനേരത്തെ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയിൽ നിന്ന് വിരമിച്ചുകൊണ്ട് ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു സംഗതി. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാനിരിക്കാം എന്നാണ് മൂസ അലൈഹി സ്വലാം പറയുന്നത്. ലഖദ് ലഖീന മിൻ സഫരിന ഹാദാ നസബ, നമ്മുടെ ഈ സഫറിൽ, നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ നേരിട്ട ഒരുപാട് ക്ഷീണിപ്പിക്കുന്ന അവസരങ്ങളും അവസ്ഥകളും ഒക്കെയാണ്. അതുകൊണ്ട് വല്ലാത്ത തളർച്ച അനുഭവപ്പെടുന്നു, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇതാണ് മൂസ അലൈഹി സ്വലാം പറയുന്നത്. നസബ് എന്ന് പറഞ്ഞാൽ ഫറ്റീഗ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ക്ഷീണം ബാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ക്ഷീണം ബാധിപ്പിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു നമ്മുടെ ഈ യാത്ര. അതുകൊണ്ട് നമുക്ക് വല്ല ഭക്ഷണവും കഴിക്കാം, ഭക്ഷണം എടുത്തു വെച്ചോളൂ എന്നാണ് മൂസ അലൈഹി സ്വലാം കൂടെ ഉണ്ടായിരുന്ന ഭൃത്യനോട് പറയുന്നത്. ഖാല, അപ്പോ ഭൃത്യൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, അറഅയ്ത, എന്തപ്പോ നിങ്ങൾ കരുതിയത്, ഇത് അവൈന ഇല സഖ്റതി ഫഇന്നി നസീതുൽ ഹൂത്ത്, നമ്മൾ കുറച്ച് അപ്പുറത്ത് ഒരു പാറപ്പുറത്ത് ഒരല്പനേരം വിശ്രമിക്കാൻ വേണ്ടി ചാഞ്ഞില്ലേ, ഒരു സഖ്റത്തിന്റെ അടുത്തൂടെ നമ്മൾ പാസ് ചെയ്തപ്പോ നമ്മൾ അവിടെ ഒരല്പനേരം അങ്ങോട്ട് ചാഞ്ഞിരുന്നില്ലേ, ആ നേരത്ത് ഫഇന്നി നസീതുൽ ഹൂത്ത്, ഞാൻ അവിടെ നമ്മുടെ ആ മത്സ്യത്തിന്റെ കാര്യം അങ്ങ് മറന്നുപോയി. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ കരുതിയിരുന്ന ഹൂത്ത് അവിടെ നമ്മൾ മറന്നുപോയി, അതിനെ കുറിച്ച് അശ്രദ്ധനായിപ്പോയി. വമാ അൻസാനിഹില്ല ശൈത്വാനു അന്നദ്കുറ, അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാനും എനിക്ക് പറ്റിയില്ല, പിശാച് എന്നെ അക്കാര്യത്തില് അശ്രദ്ധനാക്കിയല്ലേ, മറപ്പിച്ചു കളഞ്ഞു. അപ്പൊ നമ്മൾ അവിടെ ആ പാറപ്പുറത്ത് ഇരുന്ന നേരത്ത് ആ മത്സ്യത്തിന്റെ കാര്യം ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയി.
ആ അതിനെ തുടർന്ന് നമുക്ക് ആ മത്സ്യം നഷ്ടപ്പെട്ട സംഗതി താങ്കളോട് പറയാൻ എനിക്ക് ഓർമ്മയുണ്ടായില്ല. പിശാച് എന്നെ അതിന് അക്കാര്യത്തില് അശ്രദ്ധനാക്കി കളഞ്ഞു, എന്നെ മറപ്പിച്ചു കളഞ്ഞു. വമാ അൻസാനീഹു ഇല്ല ശൈത്വാനു അൻ അദ്കുറഹു. അപ്പൊ ആ സംഭവം താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന, താങ്കളെ ഓർമ്മിപ്പിക്കാൻ അല്ലെങ്കിൽ താങ്കളെ ഉണർത്താൻ പറ്റാത്ത വിധത്തില് എന്നെ പിശാച് വിസ്മൃതിയിലാക്കി, അശ്രദ്ധനാക്കി. അപ്പോ വത്തഖദ സബീലഹു ഫിൽ ബഹരി അജബ. ആ മത്സ്യമാണെങ്കിലോ അത്ഭുതകരമായ രീതിയിൽ കടലിലേക്ക് അങ്ങ് പോയി കളയുകയും ചെയ്തു. അതിന്റെ വഴി ഉണ്ടാക്കിയിട്ട് സമുദ്രത്തിലേക്ക് അന്ന് ചേരുകയും ചെയ്തു. നമ്മളൊരു പാറപ്പുറത്ത് ഇരിക്കുന്ന നേരത്ത് നമ്മൾ വേണ്ട ശ്രദ്ധയില്ലാതെ ഒരുപക്ഷെ ആ പാറയുടെ അടുക്കലായിട്ട് അത് വെച്ച് കാണണം. അപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് അശ്രദ്ധരായിരുന്ന ഘട്ടത്തില് ആ മത്സ്യം തുള്ളിച്ചാടി അതങ്ങ് പോയി കളഞ്ഞു. മത്സ്യം കടലിലെത്തിപ്പോയി. വത്തഖദ സബീലഹു ഫിൽ ബഹരി അജബ. അതല്ല, അത്ഭുതകരമായ രീതിയിലാണ് അത് നമ്മുടെ കയ്യിൽ നിന്ന് കുതറിച്ചാടി രക്ഷപ്പെട്ടു പോയിട്ടുള്ളത്. അപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് പക്ഷെ താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ അതിനെക്കുറിച്ച് അത് താങ്കളെ ഓർമ്മപ്പെടുത്താനോ അല്ലെ അതിനെ കുറിച്ച് താങ്കളെ ഉണർത്താനോ സാധിക്കാത്ത വിധത്തിൽ ഒരു അശ്രദ്ധയിലായിപ്പോയി, മറവിയിലായിപ്പോയി. ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ എടുത്തു വെക്കാൻ, അവർക്ക് പാകം ചെയ്ത് കഴിക്കാൻ അവരുടെ കയ്യിൽ മത്സ്യം ഉണ്ടായിരുന്നില്ല. അതാണ് വൃത്തിൻ ചൂണ്ടിക്കാണിക്കുന്നത്. കാല അപ്പോ മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു, ദാലിക മാ കുന്നാ നബഗ്. ദാലിക മാ കുന്നാ നബഗ്. ഇത് തന്നെയാണ് നമ്മൾ തേടിക്കൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു അടയാളം, അതാണ് നമ്മൾ ലക്ഷ്യമിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. ഇതാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്. അപ്പോ സൂചിപ്പിക്കപ്പെടുന്നത് മൂസ അലൈഹി ഇസ്ലാമാണല്ലോ യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഈ യാത്രക്ക് പ്രത്യേകമായ ഒരു ലക്ഷ്യമുണ്ട്, ദൈവികമായ നിർദ്ദേശമുണ്ട്. അപ്പൊ ആ ദൈവിക നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ഒരു ദീർഘമായ യാത്ര ചെയ്ത് ഒരിടത്ത് വെച്ച് ഒരാളെ കണ്ടുമുട്ടാനിരിക്കുകയാണ്. ആ കണ്ടുമുട്ടുന്ന ആളെ തിരിച്ചറിയണം, അല്ലെങ്കിൽ ആ കണ്ടുമുട്ടുന്ന ആളെ കണ്ടുമുട്ടാനായിട്ട് അള്ളാഹു ഒരു അടയാളം, ഒരു സ്ഥലം മനസ്സിലാക്കാനുള്ള ഒരു അടയാളം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ആ കാര്യം തന്നെയാണ്. അതാണ് മൂസ അലൈഹി സ്വലാം സൂചിപ്പിക്കുന്നത്. അവരുടെ യാത്രക്കിടയിൽ അവര് കൂടെ കരുതിയിട്ടുള്ള മത്സ്യം അവർക്ക് ഒരിടത്ത് വെച്ച് നഷ്ടപ്പെടും. ആ മത്സ്യം അത്ഭുതകരമായ രീതിയിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന വട്ടിയോ സഞ്ചിയോ എന്താ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അതിൽ നിന്ന്, അല്ലെങ്കിൽ അവര് വെള്ളത്തിലിട്ടുകൊണ്ടാണ് മത്സ്യത്തെ കൊണ്ട് പോയിരുന്നതെങ്കിൽ അങ്ങനെ, എന്തായാലും അത് അത്ഭുതകരമായ രീതിയിൽ തുള്ളിച്ചാടി രക്ഷപ്പെട്ട് വെള്ളത്തിലേക്ക്, കടലിലേക്ക് അങ്ങ് ചെന്ന് ചേർന്നതാണ്. അങ്ങനെ ചെയ്യുന്ന അവർക്ക് ആ മത്സ്യം നഷ്ടപ്പെടുന്ന ഒരിടം, ആ പരിസരത്താണ് മൂസ അലൈഹി സ്വലാമിന് അള്ളാഹു നിശ്ചയിച്ച ഒരാളെ കണ്ടുമുട്ടാൻ സാധിക്കുക. അവിടെയാണ് ആ വ്യക്തിയുമായിട്ട് സന്ധിക്കാനിരിക്കുന്നത്. ഇതാണ് ഒരു അടയാളമായിട്ട് മൂസ അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മൂസ അലൈഹി ഇസ്ലാം സൂചിപ്പിക്കുന്ന കാര്യം അതാണ്. കാല, അദ്ദേഹം സൂചിപ്പിച്ചു, ഇതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ഇടം അല്ലെങ്കിൽ കാര്യം തന്നെ. മത്സ്യം എവിടെ വെച്ചാണോ അവർക്ക് നഷ്ടപ്പെടുന്നത്, ആ സ്പോട്ട് അവിടെ, അതാണ് നമുക്ക് കണ്ടെത്തേണ്ടിയിരുന്നത്. അപ്പൊ യഥാർത്ഥത്തില് ആ പാറപ്പുറത്ത് അവര് വിശ്രമിക്കാനിരുന്ന ഘട്ടത്തില് മത്സ്യം നഷ്ടപ്പെട്ട കാര്യമാണ് ഇവിടെ കൃത്യം പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മത്സ്യം നഷ്ടപ്പെട്ട ആ ഇടത്തിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു മൂസ അലൈഹി ഇസ്ലാമും വൃത്യനും. അപ്പോ അവർക്ക് എത്തേണ്ടിയിരുന്ന ഇടം കഴിഞ്ഞു, അവര് വീണ്ടും കുറെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നർത്ഥം. അങ്ങനെ ഫർത്തദ്ദ അല ആസാരിഹിമ, അവരിരുവരുടെയും കാലടികള് പിൻപറ്റിക്കൊണ്ട് തിരികെ യാത്ര ചെയ്യാൻ തുടങ്ങി, തിരികെ നടക്കാൻ തുടങ്ങി.
ഫർത്തദ്ദ, അവര് മടങ്ങാൻ തുടങ്ങി, റിട്ടേൺ ചെയ്തു, യാത്ര തിരിച്ചു നടക്കാൻ തുടങ്ങി. അല ആസാരിഹിമ, അവര് വന്ന വഴി തന്നെ ട്രേസ് ചെയ്തുകൊണ്ടാണ് അവര് പുറകോട്ട് സഞ്ചരിക്കുന്നത്. ഫസസ, ഫസസ എന്ന് പറഞ്ഞാൽ ഒരു പിന്തുടർന്ന് പോവുക, അല്ലെങ്കിൽ യഥാർത്ഥത്തില് ഈ ഖിസ്സയുമായി ബന്ധമുള്ള ഒരു വാക്കാണ്. ഖിസ്സ എന്ന് പറഞ്ഞാലും അത് കഥയാണല്ലോ, അതിന്റെ ബഹുവചനാണ് ഖസസ്. ഇവിടെ അത് ഒരു ഹാല് എന്ന വിധത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു കഥ കഥനം ചെയ്യുന്നത്, ഉണ്ടായ ഒരു സംഗതിയെ നമ്മൾ പുനരാവിഷ്കരിച്ചുകൊണ്ട് പറയുമ്പോൾ ആ ഉണ്ടായ രീതിയെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അതിനെ അനുധാവനം ചെയ്ത് ഒരു ചുവടായി ആ കഥയുടെ സംഭവങ്ങളെ നമ്മൾ പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ടാണ് അതിനെ നമ്മൾ വീണ്ടും പുനരാവിഷ്കരിക്കുന്നത്. ആ ഒരു ആശയം അടങ്ങിയിട്ടുള്ള ഒരു പ്രയോഗമാണ്. അപ്പൊ അവര് ഏത് വിധത്തിലാണോ ഇപ്പോ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷീണം അനുഭവപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മുതിർന്ന ആ ഒരു പോയിന്റിലേക്ക് എത്തിയിട്ടുള്ളത്, അവിടത്തേക്ക് അവര് എത്തിയിരുന്ന അതേ വിധത്തില് അവരുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് പുറകോട്ട് അങ്ങനെ അവര് സഞ്ചരിക്കാൻ തുടങ്ങി. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫവജദ അബ്ദൻ മിൻ ഇബാദിന, അങ്ങനെ അവര് കണ്ടെത്തുകയും ചെയ്തു നമ്മുടെ അടിമകളുടെ കൂട്ടത്തിൽ ഒരാളെ, നമ്മുടെ ദാസന്മാരുടെ കൂട്ടത്തിൽ ഒരാളെ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ അജ്ഞാനുവർത്തികളായിട്ട് കഴിയുന്നവരുടെ കൂട്ടത്തിൽ ഒരാളെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫവജദ അബ്ദൻ മിൻ ഇബാദിന, അപ്പൊ അവര് വന്ന വഴിക്ക് തന്നെ തിരികെ എങ്ങനെയാണ്ട് നടന്ന് പുറകോട്ട് പോയപ്പോ ആ മജ്മഉൽ ബഹ്റൈനില് അല്ലെങ്കിൽ സമീപത്ത് അവരെത്തി എന്നതാണ് സൂചന. അപ്പൊ അവിടെ അവര് അബ്ദുൻ മിൻ ഇബാദിന, നമ്മുടെ ദാസന്മാരുടെ കൂട്ടത്തിൽ ഒരുവൻ, അങ്ങനെ ഒരാളെ അവരിരുവരും കണ്ടുമുട്ടി. ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിന, നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യം, നമ്മുടെ കാരുണ്യം അദ്ദേഹത്തിന് നാം നൽകിയിട്ടുണ്ടായിരുന്നു. റഹ്മത്ത് അദ്ദേഹത്തിന് നാം ഏറെ വർഷിച്ചിട്ടുണ്ടായിരുന്നു. വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ, നമ്മുടെ പക്കൽ നിന്നുള്ള വിശിഷ്ടമായ ജ്ഞാനവും അറിവും നാം അദ്ദേഹത്തിന് പകർന്നു നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരാളാണ്. അപ്പൊ രണ്ട് കാര്യങ്ങള്, പ്രത്യേകമായ രണ്ട് ദൈവികാനുഗ്രഹങ്ങൾ ലഭിച്ച ഒരാളെയാണ് മൂസ അലൈഹി ഇസ്ലാമും കൂടെ ഉണ്ടായിരുന്ന ഭൃത്യനും അവിടെ കണ്ടുമുട്ടുന്നത്. രണ്ട് അനുഗ്രഹങ്ങൾ, ഒന്ന് ദൈവിക കാരുണ്യവും മറ്റത് ദൈവിക ജ്ഞാനവുമാണ്. അള്ളാഹു പ്രത്യേകമായി അനുഗ്രഹിച്ചുകൊണ്ട് ആ മനുഷ്യന് ദൈവിക കാരുണ്യവും ദൈവിക ജ്ഞാനവും ഒക്കെ വേണ്ട വിധം പകർന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരാളെയാണ് അവര് കണ്ടുമുട്ടുന്നത്. അപ്പൊ ആ ആളെ കണ്ടുമുട്ടാൻ വേണ്ടിയാണ് ഈ യാത്ര ചെയ്യാൻ വേണ്ടി മൂസ അലൈഹി ഇസ്ലാം നിർദ്ദേശിക്കപ്പെട്ടിരുന്നത്. ആ ആളെ കണ്ടെത്തി ആളെ തിരിച്ചറിയാനുള്ള ഒരു അടയാളമായിട്ടാണ് അവർ കയ്യിൽ കരുതിയിരുന്ന മത്സ്യം അവർക്ക് ഏതോ ഒരു പോയിന്റിൽ വെച്ച് നഷ്ടപ്പെടും. ആ പോയിന്റിൽ വെച്ചാണ് ഈ ആളെ കണ്ടെത്താൻ സാധിക്കുക എന്നതാണ് നൽകിയിരുന്ന ഒരു ക്ലൂ, ഒരു സൂചനയായിട്ട്. അപ്പൊ മത്സ്യം നഷ്ടപ്പെട്ടത് ഭൃത്യൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ആ കാര്യം മൂസ അലൈഹി ഇസ്ലാമിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഭൃത്യന് സാധിക്കാത്ത വിധത്തില് അദ്ദേഹത്തിന്റെ ശ്രദ്ധ മറ്റു പലതിലുമായിപ്പോയി. അങ്ങനെ യാത്ര തുടർന്ന് ക്ഷീണം അനുഭവപ്പെട്ടപ്പോ ഭക്ഷണം തയ്യാറാക്കി കഴിക്കാൻ വേണ്ടി ആലോചിച്ചപ്പോഴാണ് ഭൃത്യൻ ഈ മത്സ്യത്തെ കുറച്ചു മുന്നേ നഷ്ടപ്പെട്ടു പോയ കാര്യം പറയുന്നത്. അപ്പോഴാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്, അത് തന്നെയാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് വേഗം തിരിച്ചു പോകാം. അങ്ങനെ വന്ന വഴിയെ അവരെ കാൽപ്പാടുകളെ തന്നെ ട്രേസ് ചെയ്തുകൊണ്ട് അവര് പുറകോട്ടങ്ങനെ സഞ്ചരിച്ചു. അങ്ങനെ ആ സഞ്ചാരത്തിനിടയിൽ അവര് ഈ ഉദ്ദേശിച്ച വ്യക്തിയെ കണ്ടുമുട്ടുകയും ചെയ്തു. ആ വ്യക്തിയുടെ ഒരു പ്രത്യേകത, അത് അബ്ദുൻ മിൻ ഇബാദിന എന്നാണ് അള്ളാഹു അദ്ദേഹത്തെ പരാമർശിക്കുന്നത്. അബ്ദൻ മിൻ ഇബാദിന, അവർ കണ്ടുമുട്ടിയത് നമ്മുടെ ദാസന്മാരിൽ ഒരാളെയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിന, നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവും അതുപോലെ
വഅല്ലംനാഹു മിൻ ലദുന്ന ഇൽമ. കാരുണ്യം പകർന്നു നൽകിയിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന് പല വിധത്തിലുള്ള റഹ്മത്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ നാം പ്രത്യേകമായ ചില ജ്ഞാനങ്ങളൊക്കെ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദൈവികമായി മാത്രം അറിയുന്ന, അള്ളാഹുവിന് മാത്രം അറിയുന്ന ചില കാര്യങ്ങൾ ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അല്ലംനാഹു മിൻ ലദുന്ന ഇൽമ. അപ്പോ അറിവിന്റെ വിശാലമായ പ്രപഞ്ചത്തിലെ വളരെ പരിമിതമായ ഒരളവിൽ മാത്രമാണ് മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ജ്ഞാനത്തിന്റെ വളരെ പരിമിതമായ അളവ് മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. മാത്രമല്ല, മനുഷ്യൻ എത്ര തന്നെ പ്രയത്നിച്ചാലും അള്ളാഹുവിന്റെ ജ്ഞാനലോകത്തിന്റെ മേഖലയിലേക്ക് അവന്റെ അനുമതിയോ മശീഅത്തോ ഇല്ലാതെ ഒരാൾക്ക് ഇടിച്ചു കയറി ചെല്ലാൻ പറ്റുകയില്ല എന്നും ഖുർആൻ പറയുന്നുണ്ട്. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ. അള്ളാഹുവിന്റെ മശീഅത്ത് കൂടാതെ, അള്ളാഹുവിന്റെ ഇച്ഛയോ ഉദ്ദേശമോ കൂടാതെ, അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ അവന്റെ അറിവിലേക്ക് ഒരാൾക്കും അവന്റെ ജ്ഞാനത്തിലേക്ക് ഒരാൾക്കും ഇടിച്ചു കയറി ചെല്ലാൻ കഴിയുകയില്ല എന്നാണ് സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസിന്റെ ഭാഗമായി വരുന്ന ആ വാക്കുകളിൽ സൂചിപ്പിക്കപ്പെടുന്നു. അപ്പൊ ജ്ഞാനം അള്ളാഹുവിന്റെ പൊസഷനിലുള്ള ഒരു സംഗതിയാണ്. അത് ക്രമപ്രവൃത്തമായിട്ട് മാത്രമാണ്. അല്ലമൽ ഇൻസാന മാലം യഅലം എന്നാണല്ലോ സൂറത്തുൽ അലഖിൽ പറയുന്നത്. അപ്പൊ മനുഷ്യൻ അറിയാത്ത ഏത് ജ്ഞാനവും അവന് ലഭിക്കുന്നത് അള്ളാഹു അവന് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ്. അള്ളാഹുവിന് മനുഷ്യനെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് ഒരുപാട് വഴികളുണ്ട്. അതിലേതോ ഒരു വഴിയിലൂടെയായി മനുഷ്യൻ ഒരു കാര്യത്തിൽ ജ്ഞാനം നേടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു നൽകിയ, അള്ളാഹു ഒരുക്കിയ വഴികളിലൂടെ അവൻ ജ്ഞാനം നേടുന്നതാണ്. അള്ളാഹു തടഞ്ഞു വെച്ച ജ്ഞാനം ധൃതിപ്പെട്ട് നേടുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ജ്ഞാനാർജനത്തിന് മനുഷ്യന് ഒരുപാട് വഴികളുണ്ട്. മനുഷ്യൻ നിരീക്ഷണവും ഗവേഷണവും ഒക്കെ ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും കണ്ടെത്താൻ ശ്രമിക്കും. പക്ഷെ ശ്രമങ്ങളൊക്കെ ഉണ്ടായാൽ പോലും അള്ളാഹു നിശ്ചയിച്ച ഒരു പ്രക്രിയയും ഒരു ക്രമവും അനുസരിച്ചല്ലാതെ മനുഷ്യന് ഒരു അറിവ് നേടാൻ സാധ്യമല്ല. ഒരു ഇൻറ്റ്യൂഷനായിട്ടാണ് ഒരാൾക്ക് ഒരു ജ്ഞാനം ലഭിക്കുന്നതെങ്കിൽ പോലും അത് അള്ളാഹു നൽകുന്നതാണ്. അയാളുടെ മനസ്സിൽ ആശയങ്ങൾ തോന്നിപ്പിച്ചു കൊടുക്കുന്നത് അയാളുടെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യമല്ല. ഒരാളുടെയും മനസ്സിൽ തോന്നലുകൾ ഉണ്ടാവുന്നതും ചില ആശയങ്ങൾ ഉദിക്കുന്നതും ഒന്നും തന്നെ അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന വിധത്തിലല്ല. അതിന്റെ നിയന്ത്രണം സൃഷ്ടാവായ റബ്ബിന്റെ കയ്യിലാണ്. അപ്പൊ അറിവ് അള്ളാഹു പകർന്നു നൽകുന്ന ഒരു സംഗതിയാണ്. മനുഷ്യന് മറിഞ്ഞു കിടക്കുന്ന വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനാണ് പൊതുവായിട്ട് ഗൈബ് എന്ന് പറയാം. പ്രത്യക്ഷത്തിലുള്ള അടയാളങ്ങളും ലക്ഷണങ്ങളും വെച്ചുകൊണ്ടാണ് മനുഷ്യൻ വിലയിരുത്തലുകൾ നടത്തുക. അങ്ങനെയുള്ള വിലയിരുത്തലുകൾ പലപ്പോഴും ശരിയായ ജ്ഞാനത്തിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല, പലപ്പോഴും അബദ്ധമായി എന്നും വരാം. ഇങ്ങനെയാണ് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നത്. മഹാദുഷ്ടന്മാരായ പലരും ഭൂമിയിൽ വലിയ ശക്തിയും കരുത്തും സ്വാധീനവും പ്രതാപവും ഒക്കെ കാണിക്കുന്നവരായി ഉയർന്നു വരുന്നു. വളരെ ഉത്കൃഷ്ടരായ മനുഷ്യര് നിരന്തരം പ്രയാസങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ച ഉണ്ടാവുന്നു. എന്താണ് ഇപ്പൊ ഇതിന്റെയൊക്കെ ഒരു നിഗൂഢത, ഇതിന്റെയൊക്കെ രഹസ്യം എന്താണ് എന്നതൊക്കെ മനുഷ്യൻ ആലോചിക്കുന്നുണ്ടാവും. പ്രത്യക്ഷത്തിൽ ആ കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ അവന് ചില ധാരണകളിലേക്കൊക്കെ എത്തും. പക്ഷേ അത്തരം ധാരണകള് പലപ്പോഴും അല്ലെങ്കിൽ മിക്കപ്പോഴും അബദ്ധങ്ങളായിരിക്കും എന്നാണ് സൂചിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. മറഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടില്ലാത്ത പല വിഷയങ്ങളും ഉണ്ട്. പല കാര്യങ്ങളുടെയും നിഗൂഢത. ഇപ്പോ ഉദാഹരണത്തിന് വളരെ ഉത്കൃഷ്ടരായ മാതാപിതാക്കളുടെ ഒരേ ഒരു സന്താനം വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു അപകടത്തില് അങ്ങ് മരിച്ചു പോവുകയാണ്. വല്ലാത്ത സങ്കടമായിട്ട് എല്ലാവർക്കും അനുഭവപ്പെടും. ഇത്രയും നല്ല മനുഷ്യന്മാരുടെ അവരുടെ വലിയ പ്രതീക്ഷയായിട്ടുണ്ടായിരുന്ന മകൻ അങ്ങ് മരിച്ചു പോകുന്നു. എന്താണ് ഇപ്പൊ അതൊക്കെ?
എന്തുകൊണ്ടാണ് ഇത് വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പലപ്പോഴും പത്രഭാഷയിൽ നമുക്ക് കാണാൻ കഴിയും. വിധിയുടെ ക്രൂരത, വിധിയുടെ വിളയാട്ടം എന്നാണ്. ഈ പത്രഭാഷയൊക്കെ പ്രത്യക്ഷത്തിലുള്ള മനുഷ്യാനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പരിമിതിയും അബദ്ധങ്ങളും ഒക്കെ നമുക്ക് ആ പ്രയോഗത്തിൽ തന്നെ കാണാൻ സാധിക്കും. എന്നാൽ അള്ളാഹുവിന്റെ ജ്ഞാനലോകത്ത് ഒന്നും അബദ്ധമായിട്ടില്ല. എല്ലാം തന്നെ അവന്റെ അറിവോടും സ്വദേശപരമായിട്ട് സംഭവിക്കുന്നതുമാണ്. അതിന് കൃത്യമായ ചില ലക്ഷ്യങ്ങളും ഉണ്ടാവും. അത് നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ വെപ്രാളപ്പെടും, നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും, നമ്മൾ പ്രകോപിതമാകും, നമ്മൾ ചാടിപ്പുറപ്പെട്ട് പ്രതികരിക്കാനൊക്കെ ഇറങ്ങും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോ സ്വാഭാവികമായ വിധത്തിൽ മനുഷ്യന് ആർജിക്കാൻ കഴിയുന്ന, പ്രത്യക്ഷത്തില് നിരീക്ഷിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ പരിമിതമാവുകയില്ല. പലപ്പോഴും കാര്യങ്ങളുടെ നിജസ്ഥിതി അല്ലെങ്കിൽ അതിന്റെ നിഗൂഢമായ തലങ്ങൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ടായിരിക്കും. ഈ ഒരു കാര്യം മനസ്സിലാക്കാത്തിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ പല ദിവസങ്ങളിലായിട്ട് പലരും സൂചിപ്പിക്കുകയുണ്ടായ ഒരു കാര്യം, ഇപ്പോൾ ഗസയില് പോരാട്ടങ്ങൾ നിരന്തരം നടക്കുന്നു. എന്തേ നിങ്ങളുടെ അള്ളാഹ് ഇറങ്ങി വന്ന് സഹായിക്കാത്തത്? നിങ്ങളുടെ ആൾക്കാർ വളരെ കൂടുതലുള്ള നാടാണല്ലോ ഇറാൻ, തുർക്കി ഒക്കെ. അവിടെയൊക്കെ ഭൂകമ്പങ്ങളും ഭൂമികുലുക്കവും ഒക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ അവരെ നശിപ്പിക്കുന്ന വിധത്തില്. എന്താ ഇപ്പൊ നിങ്ങളുടെ റബ്ബിന് നിങ്ങളോട് ഒരു തൃപ്തിയുമില്ലേ എന്നൊക്കെയുള്ള വിധത്തിലുള്ള ചോദ്യങ്ങൾ വരും. അപ്പൊ നമുക്ക് അറിയില്ല എന്നതാണ് ഇത് സംബന്ധമായിട്ടുള്ള വസ്തുത. നമ്മൾ ലാഹിറായ കാര്യങ്ങള്, പ്രകടമായ പ്രത്യക്ഷത്തിലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് വിലയിരുത്തുന്ന ആളുകളായിരിക്കും. മനുഷ്യൻ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. മൂസ അലൈഹിസ്ലാമും അങ്ങനെ ഒരു സംഭാഷണം ബനൂ ഇസ്രായേൽ സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംസാരത്തിനിടയിൽ പ്രത്യക്ഷമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു വിലയിരുത്തൽ നടത്തിക്കൊണ്ട് ഒരു അഭിപ്രായം പറഞ്ഞത് വളരെ അസ്ഥാനത്തായി പോയ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു പാഠം മൂസ അലൈഹി ഇസ്ലാമിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് അള്ളാഹു ഇങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുത്തത് എന്നാണ് ഈ സംഭവങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ചില മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് വലിയ സാധ്യതയൊക്കെയുണ്ട്. എത്രത്തോളം ആധികാരികത ഉള്ളതാണ് എന്നത് പരിശോധന അർഹിക്കുന്ന കാര്യവുമാണ്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിന് ഒരു ജ്ഞാനം പകർന്നു കൊടുക്കുന്ന, അദ്ദേഹത്തെ കൂടുതൽ ഉത്ബുദ്ധനാക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ 3 കഥാപാത്രങ്ങളാണുള്ളത്. ഒന്ന് മൂസ അലൈഹി ഇസ്ലാം തന്നെയാണ്, രണ്ടാമത്തത് അദ്ദേഹത്തിനോടൊപ്പമുള്ള ഭൃത്യനാണ്, മൂന്നാമത്തത് മജ്മഉൽ ബഹ്റൈനിൽ വെച്ച് അവര് കണ്ടുമുട്ടുന്ന റഹ്മത്തും ഇൽമും നൽകപ്പെട്ട ആ മനുഷ്യനാണ്. അപ്പൊ ഈ 3 ആളുകൾ ഇതില് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഭൃത്യൻ ഈ മനുഷ്യനുമായിട്ട് അല്ലെങ്കിൽ ഈ മജ്മഉൽ ബഹ്റൈനിൽ അവർ കണ്ടുമുട്ടിയ ആളുമായി സന്ധിച്ചതോടുകൂടി പിന്നെ ആ ഭൃത്യന്റെ കാര്യമൊന്നും കഥാകഥനത്തില് തുടർന്ന് കാണാൻ കഴിയുന്നില്ല. അദ്ദേഹത്തെ പിന്നീട് പരാമർശിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം മാറ്റി നിർത്തപ്പെട്ടു, അല്ലെങ്കിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഒരു പാസീവ് ആയ ഒബ്സർവർ ആയിട്ട് കൂടെ അങ്ങനെ ഉണ്ടായിരുന്നു. അദ്ദേഹം തുടർന്ന് ആ മീറ്റിംഗ് കഴിഞ്ഞ്, കൂടിക്കാഴ്ച കഴിഞ്ഞ് മൂസ അലൈഹി ഇസ്ലാമിനോടൊപ്പം തിരിച്ചുപോയി കാണണം എന്നൊക്കെ നമുക്ക് ആലോചിക്കുകയും സങ്കല്പിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷെ ഇവിടെ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങള് മൂസ അലൈഹി ഇസ്ലാം ഈ കണ്ടുമുട്ടിയ ആളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവര് ഇരുവരും ചേർന്നുള്ള സംഭാഷണങ്ങളാണ്, അല്ലെങ്കിൽ സഹയാത്രയാണ്. ആ യാത്രക്കിടയിൽ ചില കാര്യങ്ങള് മൂസ അലൈഹി ഇസ്ലാം ഇയാളിൽ നിന്ന് പഠിച്ചെടുക്കുന്നുണ്ട്. അതാണ് ഇതിലെ മൂസ അലൈഹി ഇസ്ലാമിന് അടങ്ങിയിട്ടുള്ള ഗുണപാഠം. അപ്പൊ ഇതിലെ ഈ ഭൃത്യൻ ആരാണ് എന്നതിനെ കുറിച്ചുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ ഖുർആൻ മുഫസ്സിറുകൾ നടത്തിയത് കാണാൻ പറ്റും. ചിലരത് മൂസ അലൈഹി ഇസ്ലാം ഇപ്പോ തൽമൂദിലാണ്, ബൈബിളിൽ ഇതിനെ കുറിച്ചുള്ള പരാമർശമില്ല. ഉള്ളത് തൽമൂദ് എന്ന് പറഞ്ഞ യഹൂദരുടെ അടുക്കലുള്ള ഒരു വിശിഷ്ട ഗ്രന്ഥത്തിന്റെ അതിൽ വരുന്ന വിവരണം. അതില് ഈ ഇല്യാസ് അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കഥ വിവരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു വിവരണം മുസ്ലിം പണ്ഡിതന്മാര് ചിലര് മിസ്ഗൈഡഡ് ആയിട്ട് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിവരണമൊക്കെ നടത്തുന്നത് കാണാം.
അങ്ങനെ ഇത് ഖുർആൻ പരാമർശിക്കുന്ന മറ്റിടങ്ങളിൽ പരാമർശിക്കുന്ന മൂസ അലൈഹി ഇസ്ലാം എന്ന പ്രവാചകനല്ല, വേറെ ഒരു മൂസയാണ് എന്നൊക്കെയുള്ള നിലയ്ക്ക് ചിലര് അതിനെ നോക്കിക്കാണുന്നുണ്ട്. അത് യഥാർത്ഥത്തിലൊരു തെറ്റായ അബദ്ധമായ ഒരു വായനയാണ്. അങ്ങനെയുള്ള ഒരു ഒരു വായനയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. മൂസ അലൈഹി ഇസ്ലാമിന്റെ എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ ഫറോവയുടെ ആ കാലഘട്ടത്തിൽ ഫറോവയുടെ കീഴിൽ ഞെരിഞ്ഞമർന്ന് കഴിഞ്ഞിരുന്ന ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ വിമോചകനായി രംഗത്ത് വന്ന മൂസ അലൈഹി ഇസ്ലാമിന്റെ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിന്റെ ആദ്യഘട്ടത്തില് അദ്ദേഹത്തെ ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് വിശിഷ്ടമായ ജ്ഞാനമൊക്കെ നൽകി അള്ളാഹു ആദരിക്കുന്ന ആ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ചില സംഗതികൾ ഇവിടെ പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടി അള്ളാഹു നിയോഗിച്ചിരിക്കുന്ന വ്യക്തി ചരിത്രത്തില് ഹദീസുകളിലൊക്കെ പരാമർശിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ പേര് ഖളിർ എന്നാണ്. ഖളിർ അലൈഹിസ്സലാം എന്നാണ് അദ്ദേഹം പരാമർശിക്കപ്പെടുന്നത്. പക്ഷെ ചിലരിത് തെറ്റായി ഇദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ട് വേറൊരു പേര് സൂചിപ്പിക്കുന്നത് കാണാൻ പറ്റും. അത് ഇല്യാസ് അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു പേരാണ്. അത് ആ നിലക്ക് ഒരു സൂചന ചിലര് കാണിക്കുന്നത്, അങ്ങനെ ഒരു സൂചന നടത്തുന്നത് നമുക്ക് യൂഷബിനു ഇത് ആ ഭൃത്യന്റെ പേരാണ്. മൂസ അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ഭൃത്യൻ മൂസ അലൈഹി ഇസ്ലാമിന്റെ തൊട്ടുടനെ ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ നായകനായി രംഗത്ത് വന്ന മൂസ അലൈഹി ഇസ്ലാമിന്റെ പ്രതിപുരുഷൻ ഖലീഫ, അദ്ദേഹത്തിന്റെ പേര് യൂഷ ബിൻ നൂൻ എന്നാണ്. അദ്ദേഹമായിരുന്നു ആ ഭൃത്യൻ എന്ന നിലക്ക് ചില റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നേ ഉള്ളൂ. ഇല്യാസ് അലൈഹി ഇസ്ലാം അല്ല ഈ ചരിത്രത്തിലെ പരാമർശിക്കപ്പെട്ട വ്യക്തി എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇല്യാസ് അലൈഹി ഇസ്ലാം മൂസ അലൈഹി ഇസ്ലാമയുടെ എത്രയോ കാല ശേഷമാണ് ജനിക്കുന്നത് എന്ന ചരിത്ര വസ്തുത വെച്ചുകൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോ ഇത് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന മൂസ അലൈഹി ഇസ്ലാം കൂടിക്കാഴ്ച നടത്തുന്ന വ്യക്തി നബിവചനങ്ങളില് ഹദീസുകളില് ഖളിർ അലൈഹി ഇസ്ലാമായിട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലൊരു ആശയക്കുഴപ്പമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇല്യാസ് അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള അത്തരം വിവരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നതാണ് കാണാൻ കഴിയുന്നത്. അപ്പോ ഈ സംഭവം മൂസ അലൈഹി ഇസ്ലാമിന്റെ ദൗത്യ നിർവഹണത്തിന്റെ ആദ്യഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത് എന്നത് ഏറെക്കുറെ നമുക്ക് ഈ മൂസ അലൈഹി ഇസ്ലാമിന്റെ പ്രതികരണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹം നിർവഹിച്ച ദൗത്യം വിജയകരമായി നിർവഹിക്കാൻ ആവശ്യമായ ജ്ഞാനം നൽകപ്പെടുന്നതിന് മുമ്പ് ആ നൽകപ്പെടുന്ന പ്രക്രിയ സൂചിപ്പിക്കുന്ന സംഭവങ്ങളാണിത് എന്നൊക്കെ നമുക്കത് വിലയിരുത്തിയാൽ കാണാൻ കഴിയും. പ്രത്യേകിച്ച് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഈജിപ്തിലെ ബനു ഇസ്രായേൽ സമൂഹത്തെ വിമോചിപ്പിച്ച് കൊണ്ടുപോകേണ്ട ആ ദൗത്യം നിർവഹിക്കാൻ ഒരുങ്ങുന്ന ഘട്ടത്തില് അവര് നേരിട്ടിരുന്ന പ്രയാസങ്ങളുടെയും അതുപോലെ പ്രതിസന്ധികളുടെയൊക്കെ ആഴം സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങൾ മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞതായിട്ട് ചില ഖുർആന്റെ പരാമർശങ്ങളിൽ കാണാം. റബ്ബന ഇന്നക ആതൈത ഫിറഔന വമലഅഹു സീനതൻ വഅംവാല ഫിൽ ഹയാത്തി ദുനിയ റബ്ബന ലിയുദില്ലു അൻ സബീലിക് എന്ന സൂറത്ത് യൂനുസില് ഒരായത്ത് കാണാം. അല്ലാഹുവേ, നീ ഫിറഔനും അവന്റെ പ്രമാണിമാർക്കും ഒക്കെ ആയിട്ട് വലിയ സീനത്തും സമ്പത്തും അലങ്കാരങ്ങളും ഒക്കെ നൽകിയിരിക്കുകയാണ് ഈ ദുനിയാവില്. ജനങ്ങളെ നിന്റെ മാർഗത്തിൽ നിന്ന് വഴിപഴപ്പിക്കുക എന്നതല്ലാത്ത യാതൊരു ഫലവും ഇല്ലാത്ത വിധത്തിലാണ് അവർക്കിതൊക്കെ നീ വാരിക്കോരി കൊടുത്തിരിക്കുന്നത് എന്ന്. അത് വാരിക്കോരി കൊടുത്തിരിക്കുന്ന ഒരു കാര്യം വലിയ ഒരു വിഷമമായിട്ട് മൂസ അലൈഹി ഇസ്ലാം സൂചിപ്പിക്കുന്നത്
ഫറോവയുടെ സ്വേച്ഛാധിപത്യം കൊടികുത്തി വാണ കാലത്ത് ബനൂ ഇസ്രായേൽ സമൂഹവും അവരുടെ വിമോചകനായിട്ട് കടന്നു വന്ന മൂസ അലൈഹി ഇസ്ലാമും ഒക്കെ വലിയ ബുദ്ധിമുട്ട് നേരിട്ട ഒരു സന്ദർഭത്തിലാണ്. അപ്പൊ അതുപോലെയുള്ള പ്രതിസന്ധികൾ നേരിട്ടിരുന്ന ഒരു ഘട്ടത്തിലായിരിക്കാനാണ് ഈ മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു കരുത്തും ഊർജവും ഒക്കെ പകർന്നു കൊടുക്കുന്ന വിധത്തിലുള്ള ഈ അനുഭവം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാം ഒരു സമുദ്രത്തിന്റെ സംഗമസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുന്ന കാര്യമാണല്ലോ ഈ കഥയിൽ പറയുന്നത്. ഗവേഷകരെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് സമുദ്രമായിരുന്നില്ല, മറിച്ച് നൈൽ നദിയുടെ വളരെ വിശാലമായ ഒരു ഇടം, ഒരു ഭാഗമാണ് പരാമർശിക്കപ്പെടുന്നത്. നൈൽ നദി രണ്ട് ദിശകളിലേക്കായി ഒഴുകിയിട്ട് വീണ്ടും സന്ധിക്കുന്ന ഒരു ഇടമുണ്ട്. ആഫ്രിക്കയിലെ സുഡാന്റെ തലസ്ഥാനം ആണെന്ന് തോന്നുന്നു ഖാർത്തൂം. ഖാർത്തൂമിന്റെ പരിസരത്ത് ഈ നൈൽ നദി സന്ധിക്കുന്ന ഒരു നൈൽ നദിയുടെ രണ്ട് ശാഖകൾ വീണ്ടും ഒന്നായി ചേരുന്ന ഒരു സ്പോട്ട് ഉണ്ട്. അതറിയപ്പെടുന്നത് ബ്ലൂ റിവർ എന്നും വൈറ്റ് റിവർ എന്നുമാണ്. നീല നദിയും അതുപോലെ വെള്ള നദിയുമായിട്ടാണ് ഈ രണ്ട് ശാഖകള്, നൈൽ നദിയുടെ ഈ രണ്ട് പിണറുകള് അറിയപ്പെടുന്നത്. അത് സന്ധിക്കുന്ന ഒരിടം ഖാർത്തൂം പട്ടണത്തിന്റെ അടുത്തായിട്ട് ഉണ്ട്. അവിടത്തേക്കാണ് ഈ മൂസ അലൈഹി ഇസ്ലാം ബ്രിത്തിനെയും കൂട്ടി യാത്ര പോവുകയുണ്ടായത്. അത് ആ ദിശ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. അതിന് സാധ്യത വളരെ കൂടുതലാണ്. ഈജിപ്തും ആഫ്രിക്കൻ വൻകരയുടെ ഭാഗം തന്നെയാണല്ലോ. അപ്പോ ഒരു കരമാർഗം തന്നെ സഞ്ചരിച്ചാല് അവർക്ക് എത്തിപ്പെടാവുന്ന ഒരു ഇടമാണ് ഈ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള സ്ഥലം. അതുപോലെ തൽമൂദില് ഈ കൂടിക്കാഴ്ചയിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഇതില് അത് മൂസ അലൈഹി ഇസ്ലാമിന് പകരം തൽമൂദ് പരാമർശിക്കുന്നത് ഒരു യോഹന്നാൻ ബിൻ ലാവി എന്ന ഒരു പുണ്യവാളനെ പരാമർശിച്ചുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ പറയുന്നത്. അത് ഇല്യാസ് അലൈഹി ഇസ്ലാമിന്റെ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു സംഭവം വിവരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ യോഹന്നാൻ ബിൻ ലാവി എന്ന പരാമർശമൊക്കെ വരുന്നത്. പക്ഷെ അത് തൽമൂദിലെ വിവരണം വസ്തുതാപരമല്ല എന്നതാണ് ഖുർആന്റെ വെളിച്ചത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം. എവിടെയൊക്കെയോ ചരിത്രം രേഖപ്പെടുന്നത് തൽമൂദ് ഒന്നാമത് ഒരു ദൈവിക ഗ്രന്ഥമല്ല, യഹൂദരുടെ കയ്യിലുള്ള ഒരു ചരിത്ര ഗ്രന്ഥം. അവര് ഒരുപക്ഷെ ഓൾഡ് ടെസ്റ്റമെന്റ് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ആധികാരികതയുള്ളത് എന്നൊക്കെ നിലക്ക് അവർ കാണുന്ന ഒരു അവരുടെ പ്രവാചകന്മാരുടെയും പിന്മുറക്കാരുടെയും ഒക്കെ അനുഭവങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു ചരിത്ര സ്രോതസ്സായിട്ടാണ് അത് മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോ ബനൂ ഇസ്രായേലിന്റെ അടുക്കല് ഈ സംഭവം അതിന്റെ വിശദാംശങ്ങൾ സംരക്ഷിക്കപ്പെട്ട വിധത്തിൽ ഈ കഥ ലഭ്യമല്ല എന്നതാണ് കാണാൻ കഴിയുന്ന ഒരു കാര്യം. പശ്ചാത്യൻ ഓറിയന്റലിസ്റ്റ് ചിന്തകന്മാര് പലപ്പോഴും ഈ സൂറത്തുൽ കഹ്ഫിലെ ഈ മൂസ അലൈഹി ഇസ്ലാമിന്റെയും അതുപോലെ ഖദർ അലൈഹി ഇസ്ലാമിന്റെയും ഒക്കെ ഈ സംഭവങ്ങളുടെ വിവരണം യഹൂദ സ്രോതസ്സുകളിൽ നിന്നും ഓട്ടിച്ചെടുത്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ ഭാഗമാക്കിയതാണ് എന്ന വിധത്തിലൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് കാണാൻ കഴിയും. അത് പക്ഷെ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ഉദ്ദേശപൂർവം കള്ളം പറയുന്നതായിട്ട് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഒന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വക കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തില് വിദ്യാഭ്യാസമുള്ള ആളായിരുന്നില്ല, അക്ഷരാഭ്യാസം തന്നെ ഉണ്ടായിരുന്ന ആളായിരുന്നില്ല. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന മക്കയില് ഇത്തരം കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള വിജ്ഞാന സ്രോതസ്സുകളൊന്നും ലഭ്യമായിരുന്നില്ല എന്നതാണ് ഒരു വസ്തുത. മൂന്നാമത്തെ ഒരു കാര്യം, പുറം ലോകത്തുനിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ലഭിക്കാൻ പറ്റുന്ന വിധത്തില് ബാഹ്യ ലോകവുമായി സമ്പർക്കപ്പെടുന്ന അനുഭവങ്ങളും ഒന്ന് രണ്ട് കച്ചവട യാത്രകൾ ഒഴിച്ചു നിർത്തിയാൽ അതിൽ കൂടുതലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധ്യത ഉണ്ടായിരുന്നില്ല എന്നതും കാണാൻ കഴിയും.
അപ്പോ അതൊക്കെ ഈ ഓറിയന്റലിസ്റ്റ് ഇസ്ലാം വിരോധികളുടെ പല അബദ്ധങ്ങളും അവർ പറഞ്ഞു കൂട്ടിയ കാര്യങ്ങളിൽ പെട്ടതാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പോ ഇതൊക്കെയാണ് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ നമുക്ക് ഇത് സംബന്ധമായിട്ട് സാധിക്കുന്നത്. യഥാർത്ഥത്തില് ഈ സംഭവങ്ങൾ ഇവിടെ വിവരിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടുകൊണ്ടിരുന്ന മക്കയിലെ ആ പ്രതിസന്ധി നിറഞ്ഞ ആ സന്ദർഭങ്ങളുമായിട്ടൊരു ബന്ധമുണ്ട്. മൂസ അലൈഹി ഇസ്ലാം ഏതു വിധത്തിലുള്ള ഒരു വളരെ പ്രസക്തമായ ഒരു പാഠമാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. ആ പാഠം യഥാർത്ഥത്തില് ഓർക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ആ ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവശ്യമാണ്, അദ്ദേഹത്തെ പിൻപറ്റിയ അനുയായികൾക്ക് ആവശ്യമാണ്, അദ്ദേഹത്തെ തള്ളിക്കളയുകയും അദ്ദേഹത്തെ വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന മക്കയിലെ പ്രമാണിമാർക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ഈ കാര്യങ്ങളുടെ നിഗൂഢത വെളിപ്പെടുത്തുന്ന ബാഹ്യമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് വിധി കൽപ്പിക്കുന്നത് എത്ര വലിയ അബദ്ധമായിരിക്കും എന്നത് ബോധ്യപ്പെടുത്തുന്ന ഈ സംഭവ വിവരണം അവർക്കൊക്കെയും ഉപകാരപ്രദമായതും ആവശ്യമായതുമാണ് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതാണ് ഇവിടെ അതിന്റെ ഒരു പ്രസക്തിയായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വിവരിക്കപ്പെടുന്നു എന്ന്. യഥാർത്ഥത്തില് വിധിയുടെ മറഞ്ഞു കിടക്കുന്ന മനുഷ്യന് എല്ലാം മനസ്സിലാവില്ലല്ലോ എന്താണ് അതിന്റെ നിഗൂഢത എന്നുള്ളത്. അപ്പോ വിധിയുടെ ആ കേട്ടൻ ഒന്ന് ഉയർത്തി കാണിച്ചു കൊടുക്കുന്ന പോലെയുള്ള ഒരു സംഭവമാണത്. തൽക്കാലത്തേക്ക് വളരെ കുറഞ്ഞ സമയത്തേക്ക് വിധിയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തില് മൂസ അലൈഹി ഇസ്ലാമിന് അല്ലാഹു ആ വിധിയുടെ ആ വിരി ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഒരല്പനേരം ഒന്ന് പാളി നോക്കാൻ, എന്താണ് അതിന്റെ ദൈവികമായ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും എന്നത് ചില 2-3 കാര്യങ്ങളിലെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തില് ആ വിധിയുടെ കേട്ടനുകളൊക്കെ ഒന്നങ്ങ് നീക്കി കൊടുക്കണം. അപ്പോ ഈ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളുടെ ഒരു തലം ഉൾക്കൊള്ളാൻ മൂസ അലൈഹി ഇസ്ലാമിന് അത് അവസരമൊരുക്കും. ആ വിധത്തിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഈ സംഭവങ്ങളുടെ വിവരണം പൂർത്തീകരിക്കപ്പെടുന്നതിനോടനുബന്ധിച്ച് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം എന്നാണ് വിചാരിക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 62 മുതൽ 65 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ചോദ്യം ഇന്നലെ അയച്ചു കിട്ടിയിരുന്നത് അത് ഒരു 1-2 വാചകത്തിൽ പരിമിതപ്പെടുത്തിക്കൊണ്ട് പറയാമെന്ന് വിചാരിക്കുകയാണ്. ജൂതന്മാര് ഒരു പ്രവാചകനെ കാത്തിരിക്കുകയാണല്ലോ, അവരുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? ഇപ്പോഴും ആ കാത്തിരിപ്പ് തുടരുകയാണോ? യഹിയ സഹോദരനാണ് ഇത് ഉന്നയിച്ചിരിക്കുന്നത്. യഹൂദർ ഇപ്പോഴും അവരിലേക്ക് നിയോഗിക്കപ്പെടും എന്ന് കരുതുന്ന ഒരു പ്രവാചകനെ കാത്തിരിക്കുന്നുണ്ട്. അത് മസീഹ് എന്ന പേരിലാണ് അവര്, വാഗ്ദത്ത മെശിഹ എന്ന പേരിലാണ് അവര് ആ പ്രവാചകനെ പ്രതീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രവാചകൻ 2000 വർഷങ്ങൾക്ക് അപ്പുറം തന്നെ അവരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ വന്ന ഘട്ടത്തില് അദ്ദേഹത്തെ സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ ഒരു സന്നദ്ധരായില്ല, ഇപ്പോഴും സന്നദ്ധമായിട്ടില്ല. ഇസ്ലാമിക പണ്ഡിതര്, ആധുനിക കാലഘട്ടത്തിലുള്ള പ്രമുഖരായ ചില പണ്ഡിതന്മാര് ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരു മസീഹ് ഇസ്ലാമിക ലോകത്ത് പരാമർശിക്കപ്പെടുന്നത് കാണാം. മസീഹ് ദജ്ജാലാണ്, ആന്റൈ ക്രൈസ്റ്റ് എന്ന് ക്രൈസ്തവ ലോകത്ത് പരാമർശിക്കപ്പെടുന്ന കഥാപാത്രം. അപ്പോ ഈ മസീഹ് ദജ്ജാൽ ആഗമനാകുന്ന ഘട്ടത്തില് ഈ അവരുടെ വാഗ്ദത്ത മിശിഹായെ കാത്തിരിക്കുന്ന യഹൂദര് ആ മസീഹ് ദജ്ജാലിനെയാണ് അവര് കാത്തിരുന്ന പ്രവാചകൻ എന്നുള്ള നിലക്ക് സ്വീകരിച്ച് ആനയിച്ച് എഴുന്നള്ളിക്കുക എന്നതാണ് ചില ഇസ്ലാമിക പണ്ഡിതന്മാര് ഖുർആന്റെയും ഹദീസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ എത്തിച്ചേരുന്ന നിഗമനം. അവരിപ്പോഴും കാത്തിരിപ്പ് തുടരുന്നുണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ
പരാമർശിച്ചുകൊണ്ടുള്ള ആ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് അല്ല. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന്റെ മുമ്പ് തന്നെ ഒരു 4-5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വന്നുപോയ ഈസ അലൈഹി ഇസ്ലാമിനെയാണ് യഥാർത്ഥത്തിൽ ഈ അൽ മസീഹ് എന്നതുകൊണ്ട് സൂചിപ്പിക്കപ്പെട്ടിരുന്നത്. ആ ഈസ അലൈഹി ഇസ്ലാമിനെ അദ്ദേഹം വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ വ്യാജനായിട്ട് പറഞ്ഞുകൊണ്ട് കുരിശിലേറ്റാൻ കൊണ്ടുപോയ കൂട്ടരാണ് അവര്. അവരിപ്പോഴും ആ മസീഹിന്റെ വരവ് കാത്തിരിക്കുകയാണ് എന്നതാണ് വസ്തുത. അപ്പോ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.